എങ്ങനെയുണ്ടായിരുന്നു പടം? ക്ലൈമാക്സ് വളരെ നല്ല ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ലാഗ് തോന്നി, ഒരു അവാർഡ് പടം തോന്നി. പക്ഷേ ക്ലൈമാക്സ് ഉയർന്നാണ്, നല്ല ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ബാലൻ എങ്ങനെയുണ്ടായിരുന്നു? ബാലൻ ആ പയ്യൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, അമ്മയായിട്ട് അഭിനയിച്ച ആളാണ് അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ ലാൽ ജോണി തന്നെ അഭിനയിച്ചിട്ടുണ്ട്, ടോവിനോ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് അടിപൊളിയാണ്, അത് ഞാൻ പോയിട്ട് പറയില്ല. ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഭയങ്കര ട്വിസ്റ്റാണ് ക്ലൈമാക്സിലാണ്. ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ ഒരു എൻ്റർടൈനർ അല്ല, ഒരു അവാർഡ് ഫിലിമാണ്. ഇങ്ങനെ നമ്മൾ ശ്വാസം പിടിക്കുക കണ്ടിരിക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ അഭിനയത്തിൽ പുതിയ താരങ്ങൾ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്, അവരെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സംവിധാനം കൊള്ളാം. പിന്നെ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല. കൊള്ളാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് കഥ കൊണ്ടുപോകുമ്പോഴേ ഭയങ്കര രസമുണ്ട്. കാരണം നമ്മൾ ഇത് ജാനിയമ്മനായാലും ഇതായാലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സാധനം വരുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇൻ്റർവെല്ലിന് ശേഷമൊക്കെ വേറെ രീതിയിലോട്ട് പോകുന്നു. നന്നായിട്ടുണ്ട്. ടോവിനോയുടെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്, ഗംഭീര പെർഫോമൻസാണ്. എല്ലാവരും പയ്യനാണെങ്കിലും അമ്മയായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിൽ ഗംഭീര പെർഫോമൻസാണ്. ശരിക്കും നമുക്ക് അവസാനം ഭയങ്കര ക്ലാപ്പായിരുന്നു, തിയേറ്റർ മുഴുവൻ ക്ലാപ്പായിരുന്നു. അതന്നെ ഒരു വിജയിക്കുന്ന ഒരു പടമായിട്ട് മാറുന്നത്. അടിപൊളിയായിട്ട് നല്ല പടമാണ്, നല്ലൊരു ക്ലാസ് മൂവിയാണ്. പിന്നെന്താ പറയാ, അമ്മ മകൻ അടിപൊളി, നല്ല കോംബോ, നന്നായിട്ടുണ്ട്. കൊച്ചൊക്കെ നന്നായിട്ടുണ്ട്. ഇത് വേറൊരു മോഡൽ പടമുള്ള പ്രതീക്ഷിക്കാവുന്ന ഒരു പടമാണ്. അവാർഡ് പ്രതീക്ഷിക്കാവുന്ന ഒരു പടമാണ്. സൂപ്പറാണ്, ഒക്കെ സൂപ്പറാ. സൂപ്പർ. ഒരു എന്റർടൈൻമെന്റ് മൂവിയായിരുന്നു. ഫാമിലി ആയിട്ട് കാണാൻ നല്ല ഇതാണ്. ഒരു മദർ ആൻഡ് ചൈൽഡ്ഹുഡ് എങ്ങനെ അവരുടെ കഷ്ടപ്പാടും ഒരു പൂവർട്ടി പാവപ്പെട്ട ജീവിതം, അങ്ങനെ ഒരു ഇതാണ്. നല്ലൊരു പടം. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കണക്റ്റ് ആവും. അങ്ങനെ ആരായാലും ഒരു ആ കുട്ടിത്വവും ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും കണക്റ്റ് ആവാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിപ്പോവും. പറഞ്ഞില്ലല്ലോ, അടിപൊളി പടമാണ്. ചിദംബരം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് അടിപൊളിയാണ്. മ്യൂസിക്കും DOPയും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ബൈറ്റിനാണ് അവർ ഇത്രയും വലിയൊരു രീതി ചെയ്ത് വെച്ചേക്കുന്നത്. നല്ലൊരു വർക്കായിട്ടുണ്ട്. ക്ലൈമാക്സിലൊരു നല്ല ഹൈ കിട്ടിയിട്ടുണ്ട്. സുഷിൻ്റെ മ്യൂസിക്കും ആ ഒരു സ്ക്രിപ്റ്റും പെർഫോമൻസ്, ആ ചൈൽഡ് ആർട്ടിസ്റ്റിന് സിനാൻ എന്ന് പറയുന്ന പയ്യൻ്റെ പെർഫോമൻസും മ്യൂസിക്കും എല്ലാം കൂടെ നല്ലൊരു ഹൈ കിട്ടി ലാസ്റ്റ്. പടം എനിക്ക് പലയിടത്തും ഒരു അവാർഡ് പടമെന്ന് തോന്നി. പക്ഷേ ക്ലൈമാക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സ്പോയിൽഡ് ആരും പറയരുത്. പിന്നെ എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ലാൽ ജൂണിയാണെങ്കിലും ടോവിന് ഒരുപാട് നല്ല പടങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ് കാണിക്കണം, അതിൻ്റെ ഇമോഷൻസ് അത്ര കാണിച്ചിട്ടില്ല. ഒരു ഇടയ്ക്ക് ഹ്യൂമർ ഉണ്ട്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ പയ്യനാണെങ്കിലും ഇതാണ്. പക്ഷേ ക്ലൈമാക്സ് കയറണം, അത് സ്പോയിൽഡ്. പക്ഷേ അല്ലെങ്കിൽ കുറേ ലാഗുണ്ട്. ഒരു അവാർഡ് പടമെന്ന് തോന്നി. കണ്ടോ കുറച്ച് ക്ഷമ വേണം, ക്ഷമയോട്ടൊന്നും കാണണം. മൂവി ശരിക്കും പറഞ്ഞാൽ ഒരു മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ബാലൻ എന്നുള്ള സിനിമയെ കാണേണ്ടത്. അത് ജിത്തുമാധവൻ്റെ എഴുത്ത്, അതുപോലെ തന്നെ ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഔട്ട്പുട്ട് ഇങ്ങനെ വരുന്നു. പക്ഷേ ഏറ്റവും ഞെട്ടിച്ചത് ഇവർ ഒരാവേശത്തിന് ശേഷവും മഞ്ഞുമൽ ബോയ്സിന് ശേഷവും ഇവർക്ക് ഏത് രീതിയിലുള്ള സിനിമകളും എടുക്കാം, ഏത് പ്രൊഡ്യൂസർമാർ, ഏത് സൂപ്പർ സ്റ്റാർസിനെ വേണം വെച്ചെടുക്കാം. ജിത്തു തന്നെ ഇപ്പോൾ സൂര്യ വെച്ചാണ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ അവർ ഈ തിരഞ്ഞെടുത്ത കഥ ശരിക്കും പറഞ്ഞാൽ ഏത് ഭാഷയിലും കണക്റ്റ് ആവുന്ന ഒരു കഥ എന്ന് പറയാം. ഒരു മലയാള സിനിമ എന്നല്ലാതെ അതിപ്പോൾ ഇന്ത്യയിലെ മറ്റു ഭാഷകളിലാണെങ്കിലും മേ ബി അത് ഇംഗ്ലീഷിലാണെങ്കിലും എനിക്ക് അറിയാൻ കഴിഞ്ഞത് പുറത്തുള്ള പല ഫെസ്റ്റിവൽസിൽ ഇത് ഗംഭീര അഭിപ്രായം നേടിയിട്ടാണ് നമ്മുടെ തിയേറ്ററിലേക്ക് വരുന്നത്. അവർ ഒരു ക്ലാസ് സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ പണ്ട് കാലത്തുള്ള നമ്മൾ പറയാറില്ലേ അവാർഡ് സിനിമകൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. പക്ഷേ ഇതല്ല, ഒരേ സമയം ആർട്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ആ ഒരു പ്രത്യേക കഴിവ് നല്ല ത്രില്ലിംഗ് ആണ്. അതായത് പടത്തിന് ഒരു ഫാസ്റ്റ് കട്ട് വെച്ചാണല്ലോ സാധാരണ ത്രില്ലിംഗ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫുൾ സ്പീഡിൽ അങ്ങ് കഥ പറഞ്ഞു പോകാം, നമുക്ക് അടുത്ത് എന്താണ്. പക്ഷേ ഇതങ്ങനെയല്ല, വളരെ സോഫ്റ്റായിട്ട് കഥ പറഞ്ഞു പോകുന്നു. ഒരുപാട് ഇൻസിഡൻസ് കിടക്കുന്നുണ്ട്, ഒന്നിന് ശേഷം ഒന്നായിട്ട് കാണിക്കുന്നത്. പിന്നെ ആ ത്രില്ലിംഗ്, റൈറ്റിങ്ങിലുള്ള ത്രില്ലിംഗ്, പിന്നെ നമുക്കറിയില്ല ഇതിൻ്റെ അണിയറ പ്രവർത്തനം മൊത്തം നമ്മുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ടോപ്പ് ആൾക്കാരാണ്. അത് എഡിറ്റിംഗ് വിവേക് ഹർഷൻ, പിന്നെ ഷൈജു ഖാലിദ് ക്യാമറ, സുഷിൻ്റെ മ്യൂസിക്. സുഷിൻ എനിക്ക് തോന്നുന്നു
ഒരു വലിയ അതിനിടയ്ക്ക് 1-2 സിനിമകൾ വന്നെങ്കിലും ഇപ്പോൾ പാട്രിയറ്റൊക്കെ വന്നെങ്കിലും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല സുഷിൻ്റെ വർക്കിൽ. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരു ഇമോഷണലി മ്യൂസിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സോങ് ആണെങ്കിലും. പിന്നെ അഭിനയിച്ച എല്ലാവരും പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷ്നെസ്. നമുക്ക് ഇവരുടെ കഥ ഇവരെ മുൻപ് കണ്ടില്ലാത്തതുകൊണ്ട് തന്നെ ആ കഥയ്ക്കൊരു ഫ്രഷ്നെസ് കൊടുക്കാൻ അവരാരും പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ജീൻ പോൾ ലാൽ, അതുപോലെ തന്നെ ഗിരീഷ് ഷെഡി ഡയറക്ടേഴ്സൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, അത് ട്രെയിലറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്ലിംസ് കണ്ടിട്ടുണ്ടാകും, ടോവിനോയുടെ. ആ കഥാപാത്രത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല, എന്നാലും അതും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ത്രില്ലറാണ്, എൻ്റർടൈനറാണ്. അതിൽ മേലെ ഒരു അമ്മ മകൻ റിലേഷനിലാണ് ഈ കഥ പോകുന്നത്. അമ്മ മകൻ റിലേഷൻ ആ ഒരു കണക്ഷൻ സൂക്ഷിക്കുന്നവരെ എന്തായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ചില സമയത്ത് നമ്മൾ ഇമോഷണലി ഇങ്ങനെയുള്ള സ്ലോ പേസ് മുഴുവൻ നമ്മൾ ഒന്ന് കണ്ടിട്ട്, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ പണ്ട് കാലത്തുള്ള ഇപ്പോൾ ആകാശദൂത്, കിരീടം, അതൊന്നും നമ്മൾ രണ്ടാമത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ സിനിമ നമുക്ക് രണ്ടാമത് കാണാം. കാരണം ആ ഒരു ഫീല് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് ഒരേ സമയം ഇമോഷനൊപ്പം തന്നെ നമുക്കൊരു ഹാപ്പിനെസ്സും, ഇത്രയധികം അമ്മയും മകനും തമ്മിൽ റിലേഷൻ വരുമോ എന്നുള്ള ഗംഭീരമായ സ്റ്റോറി ടെല്ലിംഗ് ആണ്. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരുപാട് പ്രൊമോഷനും ഒരുപാട് വലിയ സ്റ്റാർസൊന്നും വേണ്ടെന്നാണ്. ഇനി ഇതിൻ്റെ ഒരു മൗത്ത് പബ്ലിസിറ്റി തന്നെ എല്ലാവരും, സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ബാലൻ.